അതിൻ്റെ കാരണം അന്ന് ഇത് പോലീസ് പിടിച്ചുകൊണ്ട് പോയതാണ്. പോലീസ് ഇത് പിടിച്ചുകൊണ്ട് പോയി കമലാലയ ബുക്ക് ഡിപ്പോയുടെ ഗോഡൗണിൽ സൂക്ഷിച്ചിരുന്നു. അത് പി കെ നായർ എന്ന് പറയുന്ന നമ്മുടെ വളരെ മഹാനായ ഫിലിം ആർക്കൈവ്സ് ക്യൂറേറ്റർ അദ്ദേഹം കണ്ടെടുക്കുകയും അദ്ദേഹം അത് വിദേശത്തയച്ച് അതിൻ്റെ കേടുപാടുകൾ തീർത്ത് അതിൻ്റെ പ്രിൻ്റ് തയ്യാറാക്കി. പക്ഷേ ഇവർ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചിത്രം തീരുന്നതിന് മുമ്പ് തന്നെ ആ തിയേറ്ററിൻ്റെ വാതിലുകൾ വലിച്ചു തുറക്കപ്പെടുകയും ബൂട്ട്സിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുകയും ചെയ്തു. പോലീസ് കടന്നു വരികയും ആ ഫിലിം റോളുകൾ എടുത്തുകൊണ്ട് അവർ പോവുകയും ചെയ്തു. എല്ലാ തരത്തിലും ഈ ഇതിൽ നിന്നും വിഗതകുമാരനിൽ നിന്നും പാഠങ്ങൾ പഠിച്ചാണ് ചെയ്തതെങ്കിലും ഒരു പുതിയ പാഠം അദ്ദേഹം ഇതിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് കോപ്പിറൈറ്റിൻ്റെ പാഠമാണ്. പിന്നെ ഇംഗ്ലീഷ് മാത്രമല്ല, അന്ന് ഭാഷയില്ലാത്തതുകൊണ്ട് ജർമ്മൻ സിനിമകളുമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ. അപ്പോൾ അത്തരം സിനിമ കണ്ട ഒരു ഓഡിയൻസിൻ്റെ മുമ്പെയാണ് ഈ വളരെ പ്രാകൃതമായ രീതിയിൽ വിഗതകുമാരൻ വരുന്നത്. അവർ മുറുമുറുക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞിട്ട്. അതാണ് ആ ഒരു നടിയുടെ ജീവിതകഥയുടെ അവസാനം. അപ്പം നമ്മുടെ സിനിമയിൽ ഇങ്ങനെ ഒരു സ്ത്രീ ശാപം തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള തരത്തിൽ തന്നെ ഈ തരത്തിൽ എതിർപ്പിന് വിധേയമാകും എന്നുള്ളത് നന്നായിട്ട് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ജെ.സി. ഡാനിയലിൻ്റെ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കസിനായ സുന്ദർരാജായിരുന്നു. ഈ സുന്ദർരാജാണ് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയുടെ നിർമ്മാതാവ്. അപ്പോൾ ഈ സുന്ദർരാജ് ചിത്രീകരിച്ച സിനിമയാണ് മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ഈ ആദ്യ വിഗതകുമാരൻ എന്ന ആദ്യ സിനിമയിലെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സിനിമ നിർമ്മിച്ച ആളാണ്. എണ്ണി നമുക്കത് പറയാൻ കഴിയും അദ്ദേഹം എത്രത്തോളം ശ്രദ്ധിച്ചാണത് ചെയ്തതെന്നുള്ളത്. ഒന്നാമതായിട്ട് അദ്ദേഹം തട്ടിക്കൂട്ടിയെടുത്ത ഒരു സിനിമ, ഒരു കഥ വേണ്ട എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് മലയാളത്തിൽ വളരെ പ്രശസ്തി നേടിയ ഒരു നോവലാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. അത് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഒരു അപൂർവതയായിരുന്നു. പ്രസിദ്ധമായൊരു സാഹിത്യകൃതി സിനിമയിലേക്ക് പകർത്തപ്പെട്ടു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സംവിധാനം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചതാണ്. താൻ നിർമ്മാതാവായിരുന്നാൽ മതി, സംവിധാനം അതിന് പരിചയമുള്ള ആളെ കൊണ്ട് ചെയ്യിക്കാം എന്ന് കരുതി അദ്ദേഹം മദ്രാസിൽ നിന്ന് പി റാവു എന്ന് പറയുന്ന ഒരു സംവിധായകനെ കൊണ്ടുവരികയും അദ്ദേഹമാണത് ഷെനറിയോ രചിച്ച് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം മാതൃകാപരമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട് ചെയ്ത ഒരു കാര്യം, നടികളെ ആരെയും കേരളത്തിൽ നിന്ന് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ അനുഭവം കൊണ്ടാണ്, രാജമ്മയുടെ അനുഭവം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്. എന്തിന്, അതിലെ നടന്മാർ പോലും, അദ്ദേഹവും നാഗർകോവിലുകാരനാണ്, നെയ്യാറ്റിൻകരയും തിരുവനന്തപുരത്തുമൊക്കെ ബന്ധുക്കളുണ്ട്, മലയാളത്തിലാണ് സിനിമ എടുക്കുന്നത്, തിരുവനന്തപുരത്ത് വെച്ചാണ് ചിത്രീകരിക്കുന്നത്. എന്നിട്ട് പോലും തിരുവിതാംകൂറിലുള്ള ആരും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും മലബാറിൽ, കാരണം അന്ന് കേരളമില്ലല്ലോ, അന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, അപ്പം മലബാറിലുള്ള പത്രങ്ങളിലാണ് അദ്ദേഹം പരസ്യം കൊടുക്കുന്നത്. അതായത് നടന്മാരെ നടന്മാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അത് നോക്കിയാൽ നമ്മൾ മലബാറിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകളാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതായിട്ട് കാണാം. തലശ്ശേരിക്കാരനായ ആണ്ടിയാണ് ജയദേവ് എന്ന പേരിൽ അതിൽ ഈ മാർത്താണ്ഡവർമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ ആണ്ടി ജയദേവ് ആയത് തന്നെയാണ് ഈ രാജമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചത്. രാജമ്മയുടെ ആദ്യ സിനിമയിൽ തന്നെ രാജമ്മയുടെ പേര് മറ്റൊരു സ്ക്രീൻ നെയിമാക്കുന്നു, അതാണ് റോസി. അപ്പോൾ രാജമ്മ റോസിയാവുകയാണ്. രാജമ്മ പക്ഷേ നിത്യജീവിതത്തിൽ ആ പേര് മാറിയിട്ടില്ല. അത് വേറൊരു കെട്ടുകഥയാണ്. രാജമ്മ ക്രിസ്തുമതം സ്വീകരിച്ച് റോസിയായി അങ്ങനെയൊന്നുമല്ല, സിനിമയ്ക്ക് വേണ്ടി പേര് മാറ്റുകയായിരുന്നു. അങ്ങനെ മാറ്റിയതാണ് ആണ്ടിയുടെ പേര് ജയദേവ് എന്നുള്ളത്. ഇത് ഹിന്ദി സിനിമയിലും അങ്ങനെ തന്നെ ആണ്. ഇപ്പോൾ സുലോചന എന്ന പേരിൽ അഭിനയിച്ചിരുന്നത് ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ സുലോചന എന്ന പേര് റൂബി മേയസ് എന്ന പേരുള്ള ആ യുവതി മാറ്റുന്നത്. അപ്പോൾ അതുപോലെ ആണ് ഈ ജയദേവ് എന്ന പേരിൽ
തലശ്ശേരിക്കാരൻ അഭിനയിക്കുന്നത്. അതുപോലെ കണ്ണൂർക്കാരനായ കെ മേനോൻ അതിൽ അനന്തപത്മനാഭൻ്റെ റോളിൽ വരുന്നു. അങ്ങനെ നടന്മാരെല്ലാം മലബാറിലുള്ളവരാണ്. ഇനി നടിമാരുടെ കാര്യത്തിൽ അതും പോരാ എന്ന് തീരുമാനിച്ചത് സുന്ദർരാജാണ്. അദ്ദേഹം മദ്രാസിൽ പോയി അവിടെ നിന്നാണ് നടിമാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ സുഭദ്രയുടെ റോളിലേക്ക് വരുന്നത് ദേവകി ഭായി എന്ന നടിയാണ്. അപ്പോൾ ദേവകി ഭായി അന്ന് തമിഴിൽ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ദേവകി ഭായി ഇവിടെ വന്നു. ദേവകി ഭായി അഭിനയിച്ചത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം ശരിക്കും സുന്ദർരാജന് മനഃശാസ്ത്രം നന്നായിട്ട് അറിയാമായിരുന്നു, ഇവിടുത്തെ പ്രേക്ഷകൻ്റെ മനഃശാസ്ത്രം. കാരണം ഒരു പൂവെടുത്ത് ചുംബിച്ചതിന് ബഹളമുണ്ടായ സ്ഥലത്ത് അദ്ദേഹം ലിപ്ലോ കിസ് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം അതിൽ അഭിനയിച്ചിരിക്കുന്നത് മറുനാടിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് ഇവിടെ ബഹളമൊന്നും ഉണ്ടാവില്ല, നമ്മളെ നാട്ടുകാരിയാണെങ്കിലാണ് ബഹളം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ദേവകി ഭായിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല എന്ന് പറയാം. പക്ഷേ പ്രശ്നങ്ങളുണ്ടായത് വേറൊരു തരത്തിലാണെന്നേ ഉള്ളൂ. ദേവകി ഭായി ഇവിടെ വന്ന് നിർമ്മാതാവായ സുന്ദർരാജുമായി പ്രണയത്തിലായി. അവർ പിന്നെ അവരുടെ സ്വന്തം സ്ഥലമായ തഞ്ചാവൂരിലേക്ക് തിരിച്ചു പോയതേയില്ല. അവരൊരു ബ്രാഹ്മണ സമുദായ അംഗമാണ്. പക്ഷേ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട അവർ സുന്ദർരാജിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ച ശേഷം വളരെ അച്ചടക്കമുള്ള ഒരു ഭാര്യയായിട്ട് തിരുവനന്തപുരത്തും നാഗർകോവിലുമായിട്ട് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവസാന കാലമായപ്പോൾ ഇവർ ഈ ചിത്രത്തിന് അപ്പോൾ ഇങ്ങനെ വളരെ ബുദ്ധിപരമായിട്ട് പഴുതുകളടച്ചൊക്കെ അദ്ദേഹം സിനിമ ചെയ്തെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റി. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു. ആ തെറ്റ് പറ്റിയതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സാഹിത്യകൃതിയാണ്, ഇതിൻ്റെ പകർപ്പവകാശം അദ്ദേഹം വാങ്ങിയില്ല. കാരണം പകർപ്പവകാശത്തെക്കുറിച്ചൊന്നും അക്കാലത്ത് ആർക്കും വലിയ പിടിയൊന്നുമില്ലായിരുന്നു. എങ്കിലും ഈ ചിത്രീകരണത്തിന് വന്ന് കണ്ട ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം ആദ്യ ശബ്ദചിത്രമായ ബാലനിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഈ സുന്ദർരാജിനോട് പറഞ്ഞു, നിങ്ങളിതിൻ്റെ അവകാശം വാങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ കളിയാക്കുകയാണ് ചെയ്തത് സുന്ദർരാജ്. അത് നോവലിൻ്റെ വഴിക്ക് പോകും, ഇത് സിനിമയാണ്, ഇതിനാർക്കും അവകാശമൊന്നും വാങ്ങേണ്ട കാര്യമില്ല അല്ലേ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഈ നോവൽ പ്രസിദ്ധീകരിച്ച കമലാലയം ബുക്ക് ഡിപ്പോയുടെ വാതിൽക്കൽ തന്നെ ഇതിൻ്റെ പോസ്റ്റർ കൊണ്ടൊട്ടിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ പ്രകോപിപ്പിക്കുക കൂടെ ചെയ്തു സുന്ദർരാജ്. അങ്ങനെ ആദ്യത്തെ ദിവസം ഇതിൻ്റെ പ്രദർശനം നടക്കുമ്പോൾ തന്നെ വിഗതകുമാരൻ പോലെ ആയിരുന്നില്ല, ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം വിഗതകുമാരൻ ഒരു കൽപ്പിത കഥയായിരുന്നുവെങ്കിൽ ഇത് അറിയപ്പെടുന്ന ഒരു സാഹിത്യകൃതിയായിരുന്നു, ഏറ്റവും വലിയൊരു സാഹിത്യകൃതിയായിരുന്നു. അതും തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ശക്തനായ മഹാരാജാവിനെക്കുറിച്ചുള്ള കഥയാണ്. അതുകൊണ്ട് രാജഭക്തരായ ധാരാളം നാട്ടുകാരുണ്ട്, അവരൊക്കെ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ, ജനം ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവർ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചിത്രം തീരുന്നതിന് മുമ്പ് തന്നെ ആ തിയേറ്ററിൻ്റെ വാതിലുകൾ വലിച്ചു തുറക്കപ്പെടുകയും ബൂട്ട്സിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുകയും ചെയ്തു. പോലീസ് കടന്നു വരികയും ആ ഫിലിം റോളുകൾ എടുത്തുകൊണ്ട് അവർ പോവുകയും ചെയ്തു. അപ്പോൾ ആ ചിത്രം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ പകർപ്പവകാശ കേസിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നത്തെ മാതിരി ഈ കോപ്പിറൈറ്റിൻ്റെ രീതികളൊന്നും അന്നില്ലല്ലോ. അതുകൊണ്ട് അന്ന് കോടതി സുന്ദർരാജിനെതിരായിട്ടാണ് അത് വിധിച്ചത്. മാത്രമല്ല അതിൻ്റെ പുസ്തകത്തിൻ്റെ അവകാശം CV രാമൻപിള്ള ഈ കമലാലയം ബുക്ക് ഡിപ്പോയ്ക്ക് എല്ലാ അവകാശങ്ങളും എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നായാലും അതിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇതിനെ തുടർന്നാണ് ബുദ്ധിമുട്ടുകളുണ്ടായത്. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഇതിൽ നിന്നും വിഗതകുമാരനിൽ നിന്നും പാഠങ്ങൾ പഠിച്ചാണ് ചെയ്തതെങ്കിലും ഒരു പുതിയ പാഠം അദ്ദേഹം ഇതിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് കോപ്പിറൈറ്റിൻ്റെ പാഠമാണ്. പിന്നെ ഈ സിനിമ എന്ന രീതിയിൽ ഈ മാർത്താണ്ഡവർമ്മ വിഗതകുമാരനേക്കാൾ വളരെ വളരെ മികച്ചതായിരുന്നു. കാരണം വിഗതകുമാരൻ വളരെ പ്രാകൃത രീതിയിലുള്ള ഒരു സിനിമയാണ്. അതിൽ എഡിറ്റിംഗ് ഒന്നുമില്ല.
ഒരു ഒരു റോൾ ഫിലിം തീരുന്നത് വരെ നാടകത്തിലെന്ന പോലെ ഒറ്റ ഷോട്ടായിട്ട് വരുന്നു. അത് കഴിയുമ്പം ഫിലിം മാറി വേറൊരു രംഗം വരുന്നു. ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് തിരുവനന്തപുരത്ത് ഈ പ്രശ്നങ്ങളുണ്ടായത് മനസ്സിലാക്കാം. തിരുവനന്തപുരം അല്ലാതെ മറ്റു പലയിടത്തും ഇത് കാണിച്ചപ്പോഴും പരാജയപ്പെടാൻ കാരണം അന്ന് നിശബ്ദ സിനിമയുടെ കാലഘട്ടത്തിൽ ധാരാളം വിദേശ സിനിമകൾ നമ്മുടെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമാ കഥ വിളിച്ച് പറയുന്നവർ അതിൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ചാപ്ലിൻ്റെ സിനിമകളിലൂടെ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള പ്രസിദ്ധമായ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല, അന്ന് ഭാഷയില്ലാത്തതുകൊണ്ട് ജർമ്മൻ സിനിമകളുമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ. അപ്പോൾ അത്തരം സിനിമ കണ്ട ഒരു ഓഡിയൻസിൻ്റെ മുമ്പെയാണ് ഈ വളരെ പ്രാകൃതമായ രീതിയിൽ വിഗതകുമാരൻ വരുന്നത്. അതാണ് ഒരു പ്രധാന കാരണം. നേരെ മറിച്ച് മാർത്താണ്ഡവർമ്മ അങ്ങനെ ആയിരുന്നില്ല. അത് ഷോട്ടുകളായിട്ട് വിഭജിച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു ശരിയായ ഒരു സിനിമ എടുക്കും പോലെ എടുത്ത സിനിമയായിരുന്നു. ആളുകൾക്കത് ഇഷ്ടവുമായിരുന്നു. പക്ഷേ ഈ തരത്തിൽ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ടാണ് അത് പരാജയപ്പെടുന്നത്. അപ്പോൾ അതിലെ നായികയും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. പക്ഷേ വ്യത്യസ്തമായ തരത്തിലാണെന്ന് മാത്രം. സുന്ദർരാജ് പണമൊക്കെ നഷ്ടപ്പെട്ട് കടക്കാരനായി സിലോണിൽ, ഇന്നത്തെ ശ്രീലങ്ക, അവിടെ ഒരു എസ്റ്റേറ്റിൽ മാനേജരായിട്ട് പോയി. അവിടെ നിൽക്കാൻ കഴിയാതെ തിരികെ വരുന്നു. തിരുവനന്തപുരത്തൊരു റേഷൻ കട നടത്തുന്നു. ഇതിനിടയ്ക്ക് അദ്ദേഹം ഇവിടുത്തെ കോർപ്പറേഷനിൽ കൗൺസിലറായിട്ടുമൊക്കെ പോകുന്നുണ്ട്. എങ്കിലും സാമ്പത്തികമായ ഞെരുക്കം അവസാനം വരെ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. അത് ഈ ഭാര്യയും ബാധിച്ചു. ദേവകി ഭായി അപ്പോഴേക്ക് ഗുണശീല എന്ന പേരിൽ പള്ളിയിലൊക്കെ പോകുന്ന ഒരു മാതൃകാ ക്രിസ്ത്യാനിയായി മാറിയിരുന്നു. എന്നാൽ സുന്ദർരാജിന് അത്ര മതബോധം ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് പള്ളിയിൽ പോകുന്ന പരിപാടിയൊന്നുമില്ല. കൂടുതൽ ഗാന്ധിയനായിരുന്നു അദ്ദേഹം. അപ്പോൾ നേരെ മറിച്ച് ദേവകി ബായി അങ്ങനെ ആയിരുന്നില്ല. അവർ ശരിക്കും ക്രിസ്തുമത രീതികളനുസരിച്ച് തന്നെയാണ് ജീവിച്ചതും ഒക്കെ. അപ്പോൾ ആ രീതിയിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ദേവകി ബായിക്ക് പറ്റിയില്ല. പക്ഷേ ഈ പ്രേമത്തിലകപ്പെട്ടത് കാരണം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു വിധിയുണ്ടായി. അതിന്നിപ്പോൾ ഒരു ചതിയൊന്നുമല്ലല്ലോ സംഭവിച്ചത്. ഈ പ്രേമത്തിൻ്റെ പരിണാമം എന്നുള്ള നിലയ്ക്കുള്ള വിവാഹമാണ് ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്ന സംഭവങ്ങൾ പറയുന്നത് പോലെ വാഗ്ദാനം കൊടുത്ത് വഞ്ചിക്കുക എന്നുള്ളൊരവസ്ഥ ഇല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനാധ്യായം എന്ന് പറയുന്നത് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ അന്ന് ഈ ചിത്ര പ്രദർശനം നടക്കാതിരുന്നുകൊണ്ടുണ്ടായ ഒരു ഗുണം, ദക്ഷിണേന്ത്യയിൽ 1000-ഓളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് വിവിധ ഭാഷകളിലായിട്ട് ഈ നിശബ്ദ സിനിമാ കാലഘട്ടത്തിൽ. പക്ഷേ തമിഴിലോ തെലുങ്കിലോ ഒന്നും വന്നിട്ടുള്ള ആ സിനിമകളൊന്നും ഇന്ന് കാണാനില്ല. ഒരേ ഒരു സിനിമയാണ് ദക്ഷിണേന്ത്യയിൽ അവശേഷിച്ചിട്ടുള്ളത്. അത് നമ്മളെ മാർത്താണ്ഡവർമ്മയാണ്. അതിൻ്റെ കാരണം അന്ന് ഇത് പോലീസ് പിടിച്ചുകൊണ്ട് പോയതാണ്. പോലീസ് ഇത് പിടിച്ചുകൊണ്ട് പോയി കമലാലയ ബുക്ക് ഡിപ്പോയുടെ ഗോഡൗണിൽ സൂക്ഷിച്ചിരുന്നു. അത് PK നായർ എന്ന് പറയുന്ന നമ്മുടെ വളരെ മഹാനായ ഫിലിം ആർക്കൈവ്സ് ക്യൂറേറ്റർ അദ്ദേഹം കണ്ടെടുക്കുകയും അദ്ദേഹം അത് വിദേശത്ത് അയച്ച് അതിൻ്റെ കേടുപാടുകൾ തീർത്ത് അതിൻ്റെ പ്രിൻ്റ് തയ്യാറാക്കുകയും ചെയ്തു. 1972 അങ്ങനെ പ്രിൻ്റ് വന്ന് ആദ്യമായിട്ട് ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത് കാണാൻ ഞാനും ഉണ്ടായിരുന്നു. അന്നത്തെ അനുഭവത്തെപ്പറ്റി PK നായർ പുറകിലുണ്ടായിരുന്നു. PK നായരുടെ അടുത്തായിട്ട് ദേവകി ഭായി ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് സുന്ദർരാജ് മരിച്ചുപോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ചിത്രത്തിൽ ഇദ്ദേഹവുമായിട്ടുള്ള സുന്ദർരാജ് അഭിനയിച്ചിട്ടുണ്ട്. അത് ദേവകി ഭായിയുടെ കാമുകനായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലിപ് ലോക്ക് കിസ് ഇവർ തമ്മിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ആ രംഗങ്ങൾ വരുമ്പോൾ ഒരു തേങ്ങൽ കേട്ട് PK നായർ നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന ദേവകി ഭായി തേങ്ങി കരയുകയാണ്. കാരണം അവരാദ്യമായിട്ടാണ് ആ സിനിമ കാണുന്നത്. സിനിമയിൽ അഭിനയിച്ചെങ്കിലും അത് കണ്ടിട്ടില്ല. അവർ മുറുമുറുക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതം തകർന്നു എന്ന് പറഞ്ഞിട്ട്. അതാണ് ആ ഒരു നടിയുടെ ജീവിതകഥയുടെ അവസാനം. അപ്പം നമ്മുടെ സിനിമയിൽ ഇങ്ങനെ ഒരു സ്ത്രീ ശാപം തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന്നും തുടരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഏതായാലും മാറിയ കാലഘട്ടത്തിൽ ഇതിനൊക്കെ മാറ്റം വരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.